Hi everyone, welcome to Ernest Academy. So, Assistant Professor in Computer Science അതുപോലെ തന്നെ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും എന്ന് പറയുന്ന കേരള PSCയുടെ ഗവൺമെൻറ് ടെക്നിക്കൽ ടീച്ചിങ് പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു MCQ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നോക്കേണ്ട ഒരു ലെവൽ ഓഫ് എങ്ങനത്തെ MCQs പാറ്റേൺ ആണ് നോക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രോപ്പർ ഓപ്ഷനിലോട്ട് എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു PYQ ക്വസ്റ്റ്യൻ കിട്ടിയാലോ ഒരു MCQ ക്വസ്റ്റ്യൻ കിട്ടിയാലോ അതിനെ എങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is an example of compile time polymorphism? Option A, virtual function. Option B, function overriding. Option C, function overloading. And option D, dynamic binding. അപ്പോൾ ഈ ഒരു ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്ന് അറിയണം, അല്ലേ? സോ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മൾ പോളിമോർഫിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കമ്പൈൽ ടൈമും ഒന്ന് റൺ ടൈം. ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനകത്ത് വരുന്നതാണ് മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പം നമുക്ക് വേണ്ടത് കമ്പൈൽ ടൈം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. വിർച്വൽ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓവർറൈഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. അപ്പോൾ ഓവർലോഡിങ് എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടി. പിന്നുള്ളത് ഫംഗ്ഷനാണ്. മെത്തേഡും ഫംഗ്ഷൻസും എല്ലാം സെയിം ആണ്. സോ ദാറ്റ് ഇസ് എൻ എൻറ്റിറ്റി ഇൻ എ ക്ലാസ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയണം. സോ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന ഏത് ഓവർലോഡിങ് ആണോ ഓവർറൈഡിങ് ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫംഗ്ഷൻ ഓവർലോഡിങ് ആണ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനെ ഫോളോ ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. റൺ ടൈം പോളിമോർഫിസം ഇൻ C++ ഈസ് അച്ചീവ്ഡ് യൂസിങ് ഓപ്ഷൻ എ ഇൻലൈൻ ഫങ്ഷൻസ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി വിർച്വൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി കൺസ്ട്രക്ടേഴ്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ പോളിമോർഫിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, കമ്പൈൽ ടൈം, റൺ ടൈം. കമ്പൈൽ ടൈം എന്ന് പറയുന്നത് ഓവർ ലോഡിംഗ് ആണ്. റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതാണ് ഒന്ന് ഓവർ റൈഡിങ്, മെത്തേഡ് ഓവർ റൈഡിങ്. രണ്ടാമത് ഞാൻ പറഞ്ഞിരുന്നു, മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുന്ന സമയത്ത് പോയിന്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആ പ്രശ്നത്തിനെ നമ്മൾ സോൾവ് ചെയ്തത് എങ്ങനെയായിരുന്നു? വിർച്വൽ ഫങ്ഷൻസ്. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക? ഇതിനകത്ത് ഓവർ റൈഡിങ് ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള അടുത്ത ഓപ്ഷൻ വിർച്വൽ ഫങ്ഷൻസ് ഈ ഓപ്ഷൻസിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ്. സോ ഓപ്ഷനിലുണ്ട്. ആൻസർ ഇസ് ഓപ്ഷൻ സി, വിർച്വൽ ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോളിമോർഫിസത്തിൻ്റെ കാറ്റഗറി അറിയാമെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. സോ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഒരു കോൺസെപ്റ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ആൻസേഴ്സും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? സോ ഔട്ട്പുട്ട് ഗസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇതൊരു സിമ്പിൾ തിയറട്ടിക്കൽ നോളജ് അല്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടെ അഡ്വാൻസ് ഒരു ഗേറ്റ് ലെവൽ നോളജ് ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് ഗസ് ചെയ്യുന്നത് നോക്കാം. ഒരു ബേസ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും തന്നിട്ടുണ്ട്. ഒരെണ്ണം വിർച്വൽ ആണ്. ഓക്കെ, രണ്ടാമത്തേത് ഡിറൈവ് ചെയ്തതിനകത്തും സെയിം ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഡിറൈവ്ഡ് ക്ലാസ്സിലെയാണ്. സോ വിർച്വൽ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡാണ് ഇംപ്ലിമെൻ്റ് ആവുന്നത്. സോ ചൈൽഡ് ക്ലാസ്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്?
ഡിറൈവ്ഡ് എന്നാണ്. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി ഡിറൈവ്ഡ്. കാരണം എന്താണ്, വിർച്വൽ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനെ വിർച്വൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്ക് ആകണം എന്നുണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ് വേണം എക്സിക്യൂട്ട് ആവാൻ. സോ ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ് ഏതാണ്? ഷോ. ഔട്ട്പുട്ട് വിൽ ബി ഡിറൈവ്ഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. Which mechanism decides function call at runtime? Option A static binding, option B dynamic binding, option C early binding and option D lexical binding. അതായത് ഏത് മെക്കാനിസം ആണ് ഫംഗ്ഷൻ കോളിനെ റൺ ടൈമിൽ ഡിസൈഡ് ചെയ്യുന്നത്? ഇവിടുത്തെ കീവേഡ് ഈസ് റൺ ടൈം. അപ്പം റൺ ടൈമിൽ വരുന്ന മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഡൈനമിക്, ലേറ്റ് ബൈൻഡിങ്, റൺ ടൈം പോളിമോർഫിസം. ഇതെല്ലാം റൺ ടൈമിൽ ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ലേറ്റ് ബൈൻഡിങ് ഉണ്ടോ? ഇതിൽ ഓപ്ഷൻസിലില്ല, സോ ഇത് കട്ടായി. റൺ ടൈം പോളിമോർഫിസം ഇല്ല, സോ ഇതും കട്ടായി. നമുക്കുള്ളത് ഡൈനാമിക് ബൈൻഡിങ് എന്നാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തെ നമുക്കറിയാവുന്ന ആൻസേഴ്സ് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കുക. നമുക്ക് കോൺസെപ്റ്റ് അറിയാം. സോ വി ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ അവർ കോൺസെപ്റ്റ്സ്. പിന്നെ വേണ്ടത് ഓപ്ഷൻസിൽ നിന്ന് നമ്മളുടെ കോൺസെപ്റ്റിന് യോജ്യമായിട്ടുള്ളൊരു ആൻസറിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഓവർലോഡഡ് ഇൻ C++? ഓപ്ഷൻ എ പ്ലസ്, ഓപ്ഷൻ ബി ഈക്വൽ ടു, ഓപ്ഷൻ സി ഇതിനൊരു പേരാണ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഓപ്ഷൻ ഡി സ്ക്വയർ ബ്രാക്കറ്റ്സ്. അതായത് നമുക്ക് സെയിം ഓപ്പറേറ്റർ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് C++ൽ ഓവർലോഡ് ചെയ്യാൻ പറ്റുന്നത്? പ്ലസ് നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റും, ഈക്വൽ ടു നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റും, സ്ക്വയർ ബ്രാക്കറ്റ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. സോ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഒരിക്കലും നമുക്ക് ഓവർലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അതിൻ്റേതായ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 6. എ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ ഇസ് ഡിക്ലെയർഡ് ആസ്. ഓപ്ഷൻ എ വിർച്വൽ വോയിഡ് ഷോ ഓഫ്, വോയിഡ് വിർച്വൽ ഷോ ഓഫ് ഈക്വൽ ടു 0, വിർച്വൽ വോയിഡ് ഷോ ഓഫ് ഈക്വൽ ടു 0, വോയിഡ് ഷോ ഓഫ് വിർച്വൽ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഒരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എഴുതുന്നതിൻ്റെ സിൻടാക്സ് അറിയണം. സോ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വിർച്വൽ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ വിർച്വൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മാച്ച് ചെയ്യുന്ന ഏതാണെന്ന് നോക്കാം. ആദ്യം വിർച്വൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. ഇനി റിട്ടേൺ ടൈപ്പ് രണ്ടാമത് വരണം. റിട്ടേൺ ടൈപ്പ് രണ്ടാമത് വരുന്നതും ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ്റെ പേരാണ്. ഫംഗ്ഷൻ്റെ പേരും രണ്ടാമത് വരുന്നത് രണ്ടെണ്ണം ഉണ്ട്, ഷോ ഓഫ്. ഇനിയും ഈക്വൽ ടു 0. ഓപ്ഷൻ എയ്ക്കകത്ത് ഈക്വൽ ടു 0 ഇല്ല, അപ്പോൾ ആ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി കട്ട്. അടുത്തത് ഓപ്ഷൻ സി ആണ്, അവിടെ ഈക്വൽ ടു 0 ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ നമുക്കറിയാവുന്നതും ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് വി വിൽ സെലക്ട് ദ ആൻസർ. സോ ഇതൊരു 1 സെക്കൻഡ് പോലും നമുക്ക് എടുക്കത്തില്ല ആൻസർ എഴുതാൻ. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ വളരെ പ്രോപ്പറായിട്ട് കീനായിട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ഓപ്ഷൻസിന് നമ്മൾ ക്ലിയർ ആയിട്ട് വേണം നോക്കാൻ. സോ നമ്മളുടെ കണ്ണ് 4 ഓപ്ഷൻസിലും പാരലായിട്ട് പോയിരിക്കണം. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ സി വിർച്വൽ വോയിഡ് ഷോ ഓഫ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following statements is true regarding function overloading? ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ള കാര്യം എന്താണ്? ഓപ്ഷൻ എ റിട്ടേൺ ടൈപ്പ് എലോൺ ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ഓവർലോഡ് ഫംഗ്ഷൻസ്, ഓപ്ഷൻ ബി ഓവർലോഡഡ് ഫംഗ്ഷൻസ് മസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ്, ഓപ്ഷൻ സി ഫംഗ്ഷൻ നെയിംസ് മസ്റ്റ് ബി ഡിഫറെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓവർലോഡിങ് ഒക്കേഴ്സ് അറ്റ് റൺ ടൈം. ഓവർലോഡിങ് ഒരിക്കലും റൺ ടൈമിലല്ല ഒക്കർ ചെയ്യുന്നത്, സോ അത് കട്ടായി. ഫംഗ്ഷൻ നെയിംസ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഫംഗ്ഷൻ നെയിം ഡിഫറെൻ്റ് ആയാൽ ഓവർലോഡിങ് നടക്കുമോ? ഇല്ല, അപ്പോൾ അതും കട്ട് ചെയ്തു. റിട്ടേൺ ടൈപ്പ് എലോൺ ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ഓവർലോഡഡ് ഫംഗ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഏതാണ് എന്നനുസരിച്ച് ഏത് ഫംഗ്ഷനാണ് ഓവർലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പാരാമീറ്ററിൻ്റെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്, ഏത് ഫംഗ്ഷനാണോ ഓവർലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓവർലോഡഡ് ഫംഗ്ഷൻസ് മസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് പാരാമീറ്റർ ലിസ്റ്റ്. സോ ഒന്നെങ്കിൽ
നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് കറക്റ്റ് ആൻസർ അറിയില്ല എന്ന് വെക്കുക. അപ്പം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് അതിനകത്ത് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള 2 ഓപ്ഷൻസ് ആണ്. അവിടെ നിന്ന് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് വിൽ ഹാപ്പൻ if a base class pointer points to a derived object and the function is not virtual? അതായത് നമ്മളൊരു ബേസ് ക്ലാസ്സിന് വേണ്ടി ഒരു പോയിന്ററിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിറൈവ്ഡ് ക്ലാസ്സിനെ പോയിന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കേസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മളൊരു ബേസ് ക്ലാസ് പോയിന്റർ ആണ്, ബേസ് ക്ലാസ് സ്റ്റാർ പോയിന്റർ. എന്നിട്ട് ഈ പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ വിർച്വലുമല്ല. ഫംഗ്ഷൻ വിർച്വൽ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മെത്തേഡ് ഓവർറൈഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓപ്ഷൻ എ, ഡിറൈവ്ഡ് വേർഷൻ എക്സിക്യൂട്ട്സ്. ഓപ്ഷൻ ബി, റൺ ടൈം എറർ. ഓപ്ഷൻ സി, ബേസ് വേർഷൻ എക്സിക്യൂട്ട്സ്. ഓപ്ഷൻ ഡി, കമ്പൈലർ എറർ. എന്താ ഇവിടെ സംഭവിക്കുക? അതായത് നമ്മൾ ബേസ് വേർഷനെ വിളിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ് വർക്ക് ചെയ്യുന്നത്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ത് പറയും? ബേസ് വേർഷനെ പോയിന്ററിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ്സിനെ പോയിന്റ് ചെയ്തേക്കുന്നത്. സോ ബേസ് വേർഷനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറയും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പം എന്താണോ ബേസ് വേർഷൻ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡിറൈവ്ഡ് വേർഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഓവർ റൈഡിങ് നടക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിർച്വൽ ആക്കിയിട്ടില്ല. അപ്പോൾ ഓവർ റൈഡിങ് നടക്കില്ല. ഇനി എറേഴ്സ് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം റൺ ടൈം എററും കമ്പൈൽ ടൈം എററും നടക്കാനായിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഒന്നും നടന്നിട്ടില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബേസ് വേർഷൻ എക്സിക്യൂട്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഡേറ്റ സ്ട്രക്ചർ ഇസ് ഇന്റേർണലി യൂസ്ഡ് ഫോർ വിർച്വൽ ഫംഗ്ഷൻസ്? ഓപ്ഷൻ എ, സ്റ്റാക്ക്. ഓപ്ഷൻ ബി, ക്യൂ. ഓപ്ഷൻ സി, ഹാഷ് ടേബിൾ. ആൻഡ് ഓപ്ഷൻ ഡി, വിർച്വൽ ടേബിൾ. വിർച്വൽ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വിർച്വൽ ടേബിളുണ്ട്, ഒരു വിർച്വൽ പോയിന്ററുമുണ്ട്. സോ ഇത് വെച്ചിട്ടാണ്, ഈ ഡേറ്റ സ്ട്രക്ചറാണ് നമ്മൾ വിർച്വൽ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വിർച്വൽ ടേബിൾ. സ്റ്റാക്കും ക്യൂവും ഹാഷ് ടേബിളും ഒക്കെ എന്തിനാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ വിർച്വൽ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വിർച്വൽ ടേബിൾ അല്ലെങ്കിൽ വി ടേബിൾ എന്ന് പറഞ്ഞാലും ആൻസർ ഈസ് കറക്റ്റ്. സോ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. A class containing at least one pure virtual function is called. Option A, concrete class. Option B, friend class. Option C, abstract class. And option D, nested class. Completely concept ആണ്. ഒരു ക്ലാസ്സിൽ ഒരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒരു ക്ലാസ്സിൽ ഒരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എങ്കിലും, പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. സോ ഒരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഓക്കെ, സോ ഇതിൽ നോക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ കോൺസെപ്റ്റ് അറിയാമായിരിക്കാം അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയത്തില്ലായിരിക്കാം. സോ ചെയ്യേണ്ടത് ഈ ഒരു 2 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വാട്ട് യു നീഡ് ഇസ് കോൺസെപ്റ്റ്സ്. നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ ടോപ്പിക്സിലെ MCQs സോർട്ട് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വേണ്ടത് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രോപ്പർ കോൺസെപ്റ്റ് നോളജ് ആണ്. സോ നമ്മളുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പോളിടെക്നിക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് 2 പോസ്റ്റിലേക്കും ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാനും ബാച്ചിനെ പറ്റി കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുകയോ ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ്, ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.